നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് വിത്ത് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്മസ് അടുത്ത് തുടങ്ങി, അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണല്ലോ എല്ലാവരും. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഒരു കേക്ക് തന്നെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ക്യാരറ്റ് വിത്ത് ഡേറ്റ്സ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾ ഓയിൽ 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നും വേണ്ട കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ സാധാരണ കുക്കറിനകത്തോ വലിയ പാനിനകത്തോ ഒക്കെ വെച്ച് കേക്ക് ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ എല്ലാവർക്കും ഈസിയാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ മെത്തേഡ്സ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നമുക്ക് കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 കേക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. ഇവിടെ ഞാൻ 2 ദിവസത്തിന് മുമ്പേ തന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങും എല്ലാവർക്കും കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ കേക്കിൻ്റെ വിലയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മളത് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ. പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഉരുക്കേണ്ടത്. പഞ്ചസാര ഉരുക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ചതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. പഞ്ചസാരയും ഓയിലും ബീറ്റ് ചെയ്തതിലേക്ക് 2 മുട്ട ഒഴിച്ച് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ കറയാമ്പൂ പൊടിച്ചത്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണമായിരുന്നു. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് 3/4 കപ്പാണ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് 1 കപ്പ്, 1/4 കപ്പ് നട്ട്സ് ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് മോൾഡിൽ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു കടായി ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് പാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കേക്ക് പാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇതിനു മുൻപ് ഞാൻ 2 കേക്ക് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് കേക്കും ക്രേപ്പ് കേക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കണമായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. എനിക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം ഇതിൽ മാവ് പറ്റിയിട്ട്
ഉണ്ടെങ്കിൽ പാകമായിട്ടില്ല, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാകമായി ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിപ്പോൾ തണുത്തതിന് ശേഷമുള്ളതാണ്. ഇത് ഏതാണ്ട് 40 മുതൽ 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബേക്കറിയിൽ കിട്ടുന്നതിൽ കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഓവനില്ലാതെ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുത്തില്ലേ? സെയിം കേക്ക് ബാറ്റർ കൊണ്ട് തന്നെ നമുക്കൊരു കുക്കർ കേക്ക് കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് കാരമലൈസ് ചെയ്ത സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഒഴിച്ചത് ഒരല്പം കൂടുതലായിരുന്നു, കളറും ഇച്ചിരി ഡാർക്കായിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ബാറ്റർ ഇച്ചിരി തിക്കായിരിക്കണം. ഓക്കെ. അപ്പോൾ കാരമലൈസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1 ടേബിൾ സ്പൂൺ മൈദ മാവിൽ കോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലായിടത്തും മിക്സ് ആകാൻ വേണ്ടിയാണ്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമെങ്കിൽ ചോപ്പ് ചെയ്ത കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തൊരു റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇത് ഇറക്കി വയ്ക്കാം. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കടായിൽ ചെയ്ത പോലെ തന്നെയാണ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കുക കൂടി ചെയ്യണം. ഒരുവിധമായി വരുന്നുണ്ട്. കേക്ക് ആയിട്ടുണ്ട്. ഈ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്നുകൂടെ ബേക്കാകട്ടെ. ഓവനില്ലാതെ 2 രീതിയിൽ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുക്കർ കേക്ക് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു ചെറിയ കേക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ക്രിസ്മസിന് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.